സത്യവിശ്വാസികളെ മുമ്പിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യരായ നമ്മെ നിയോഗിച്ചിട്ടുള്ളത് ചുരുങ്ങിയ കാലയളവിലേക്കാണ്. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനനത്തിലോ മരണത്തിലോ തീരുമാനമെടുക്കാൻ നമുക്ക് യാതൊരു അധികാരവുമില്ല, അവകാശവുമില്ല, അതിന് നമുക്ക് സാധിക്കുകയുമില്ല. പലപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ മതമില്ലാത്തവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മോട്ടോയുണ്ട്, ഒരു ആപ്തവാക്യമുണ്ട്: മൈ ബോഡി മൈ ചോയ്സ്. എൻ്റെ ശരീരമാണ്, എൻ്റെ തീരുമാനങ്ങളാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിയന്ത്രണത്തിലല്ല അവൻ്റെ ശരീരം, അവൻ്റെ തീരുമാനങ്ങളല്ല അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മുടെ നിയന്ത്രണത്തിലാണ്, നമ്മുടേതാണ് ബോഡിയെങ്കിൽ രോഗങ്ങൾ ശരീരത്തിൽ വരാതിരിക്കണമായിരുന്നു. നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ അവയവങ്ങളെ ചലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമായിരുന്നു. കൈയുണ്ടായിട്ടും കൈ ഉയർത്താൻ കഴിയാത്ത എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? കാലുണ്ടായിട്ടും കാലുകൊണ്ട് നടക്കാൻ കഴിയാത്ത മനുഷ്യർ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. കണ്ണുണ്ടായിട്ടും കാതുണ്ടായിട്ടും അതുപോലുള്ള അവയവങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിലൂടെ ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ആ ഒരു അവസ്ഥ നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബോഡിയാണ്, എൻ്റെ ശരീരമാണ് എന്നെങ്ങനെയാണ് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കുക? അതുപോലെ തന്നെ ദുനിയാവിൽ നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുന്നു, പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ആ കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിച്ച പ്രകാരമല്ലല്ലോ നടക്കുന്നത്. നമ്മുടെ ചോയ്സ് ആണെങ്കിൽ, നമ്മുടെ തീരുമാനമാണെങ്കിൽ അതൊക്കെയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണമായിരുന്നു. ഇന്ന പിതാവിൻ്റെ, ഇന്ന മാതാവിൻ്റെ മകനായി ഭൂമിയിൽ ജനിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല. ഇന്നയാളെ സഹോദരങ്ങളായി, സഹോദരിമാരായി ലഭിക്കണമെന്ന് നാം തീരുമാനിച്ചതല്ല. ഇന്നയാളെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും കണ്ടുമുട്ടണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല. നമ്മൾ തീരുമാനിച്ച പ്രകാരമല്ല മരിക്കുന്നതും. എപ്പോഴാണ്, ഏത് സമയത്താണ്, എവിടെ വെച്ചാണ് നാം മരിക്കുക എന്ന് നമ്മളിൽ ഒരാൾക്കും പറയാൻ വേണ്ടി കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടേത് എന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല. നമ്മളെ പടച്ചത് അല്ലാഹുവാണ്. ഈ ഭൂമിയിൽ നിന്നും നമ്മളെ തിരിച്ചു വിളിക്കുന്നതും അല്ലാഹുവാണ്. ആ അല്ലാഹു ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ നമുക്ക് നൽകിയിട്ടുള്ള ചുരുങ്ങിയ ആയുസ്, അവൻ്റെ കൽപ്പനകൾ, അവൻ്റെ വിധിവിലക്കുകൾ, അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് പാലിച്ച് അനുസരിച്ച് ജീവിക്കാൻ അടിമകളായ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. അവനെ അനുസരിച്ച് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും, ദുരിതങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും അല്ലാഹു സഫലീകരിച്ച് നൽകട്ടെ. നമ്മളിൽ രോഗികളായി കഴിയുന്നവർ, പ്രത്യേകം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്, അവർക്കൊക്കെയും അല്ലാഹു ആജിലായ മുസ്തമിറായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആഫിയത്ത് നൽകി അവരെയും നമ്മയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ, ഇഫ്ഫത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം നമ്മെ ഓർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമുക്ക് നൽകിയ വളരെ മഹത്തായ അനുഗ്രഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗം എന്നുള്ളത്. ആ നബിയിലൂടെയാണ് അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞത്. അള്ളാഹു നമുക്ക് അവതരിപ്പിച്ച് നൽകിയ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ മനസ്സിലാക്കിയത്. ആ നബിയോട് വിശ്വാസികൾ എന്നുള്ള രീതിയിൽ നമുക്കുള്ള ബാധ്യതകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ പഠിക്കുക, നബി തങ്ങളുടെ സ്വജീവിതത്തിൽ പകർത്തുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക,
നിബിധങ്ങൾ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള, നമ്മോട് നടത്തിയിട്ടുള്ള വസിയ്യത്ത്, പ്രബോധനം അത് നമ്മൾ ഏറ്റെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച കാര്യങ്ങൾ, നിബിധങ്ങൾ തടഞ്ഞ കാര്യങ്ങൾ, തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും പാടെ ഉപേക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അവസാനമായി നമ്മൾ പറഞ്ഞ കാര്യം, നിബിധങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അത് ജീവിതത്തിൽ നിന്നും പരിപൂർണമായി ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ആരെങ്കിലും നമ്മുടെ ദീനിൽ പുതുതായി വല്ല കാര്യങ്ങളും ചേർക്കുകയാണെങ്കിൽ അത് ബിദ്അത്താണ്, അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഉണർത്തുന്നുണ്ട്. സുഫിയാൻ അസ്-സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇന്നൽ ബിദ്അത അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. ഇബ്ലീസിന് ഏറ്റവും പ്രിയങ്കരം, മറ്റ് തെറ്റുകളെക്കാളും കുറ്റങ്ങളെക്കാളും ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യൻ ബിദ്അത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ലിഅന്നൽ ബിദ്അത ലാ യുതാബു മിൻഹാ വൽ മഅസിയതു യുതാബു മിൻഹാ. കാരണം ബിദ്അത്ത് ഒരാൾ ചെയ്യുന്നത് അത് നല്ലതാണ് എന്ന് കരുതിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ തെറ്റിൽ നിന്നും തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ തയ്യാറാവില്ല. എന്നാൽ തെറ്റ് സ്വാഭാവികമായിട്ടും തെറ്റാണ് എന്ന് അയാൾക്ക് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെ അതിലയാൾ തൗബ ചെയ്യും. എന്നാൽ ബിദ്അത്തായിട്ടുള്ള കാര്യങ്ങൾ അത് നന്മയാണ് എന്നുള്ള ചിന്തയിലാണ്, ആ ഒരു ബോധത്തിലാണ് അയാൾ ചെയ്യുന്നത്. അതിൽ നിന്ന് അയാൾ അത് ബിദ്അത്താണ് എന്ന് തിരിച്ചറിയുന്നത് വരെ തൗബ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബിദ്അത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പിശാച് കൂടുതൽ നടത്തുക എന്ന് സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. പിശാച് അങ്ങനെയുള്ള ശ്രമങ്ങൾ അവന്റെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടേയിരിക്കും. വസയ്യന ലഹും ശൈത്വാനു അഅമാലഹും ഫസദ്ദഹും അനി സബീലി വകാനൂ മുസ്തബ്സിരീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, പിശാചിന്റെ കുതന്ത്രം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാക്കിക്കൊണ്ട് അയാൾ നമുക്ക് കാണിച്ചു തരും. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്, നിസ്കാരമല്ലേ, നോമ്പല്ലേ, ദിക്റല്ലേ എന്ന് പിശാച് ഒരു പക്ഷെ നമ്മുടെ മനസ്സിൽ തൂങ്ങിപ്പിക്കും. എന്നാൽ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത, ഹദീസിൽ വന്നിട്ടില്ലാത്ത, പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ലാത്ത, പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്ത ദിക്റുകളാകട്ടെ, ദുആകളാകട്ടെ, നോമ്പുകളാകട്ടെ, നമസ്കാരങ്ങളാകട്ടെ, അതൊക്കെയും ബിദ്അത്തായിട്ടുള്ള കാര്യങ്ങളാണ്. വസയ്യന ലഹും ശൈത്വാനു അഅമാലഹും. എന്നാൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണ് എന്ന് പിശാച് അവർക്ക് തോന്നിപ്പിക്കും. ഫസദ്ദഹും അനി സബീലി. നേരായ മാർഗത്തിൽ നിന്നും പിശാച് അവരെ തടയുകയും ചെയ്യും. വകാനൂ മുസ്തബ്സിരീൻ. പരിശുദ്ധ ഖുർആൻ പറയാണ്, അവരെ ചിന്തിച്ചാലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചിന്തക്കോ ആലോചനക്കോ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അബദ്ധത്തെക്കുറിച്ച് അവർക്ക് ബോധമുണ്ടാവുകയും ചെയ്തില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഇന്ന ഹാദൽ അംറ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദു ദീനകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന ഹാദൽ അംറ ദീനുൻ. ഈ ഹദീസ് എന്ന് പറയുന്നത് ദീനാണ്, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരാൾ വിശ്വാസിയാകണമെങ്കിൽ ഹദീസ് അനുസരിച്ചുകൊണ്ട് ജീവിക്കൽ നിർബന്ധമാണ്. ഇന്ന ഹാദൽ അംറ ദീനുൻ. ഈ ഹദീസ് എന്നുള്ളത് നിങ്ങളുടെ ദീനാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഫൻദുറു അമ്മൻ തഅഖുദു ദീനകും. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ആരിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് കൃത്യമായി ആലോചിച്ച് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇത് നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണോ, പരിശുദ്ധ ഖുർആൻ നമുക്ക് പ്രേരണ നൽകിയതാണോ, പണ്ഡിതന്മാര് ശരിയാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നതാണോ എന്ന് കൃത്യമായിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബോധമുണ്ടാകണം. പണ്ട് കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരെ കുറിച്ച്, സലഫു സാലിഹ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, കാനൂ യസീറൂന മസീറത ശഹരിൻ. അവര് ഒരു മാസം വഴിദൂരമുള്ള സ്ഥലം വരെ അവർ യാത്ര ചെയ്യുമെന്നാണ്. അതായത് ഒരു മാസത്തോളം അവർ യാത്ര ചെയ്യും, അല്ലെങ്കിൽ ഒരാഴ്ചയോളം അവർ യാത്ര ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ലിഹദീസിൻ വാഹിദിൻ. ഒരൊറ്റ ഹദീസിന് വേണ്ടി. ആ ഹദീസ് ശരിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇന്നയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരാൾ കേട്ട് കഴിഞ്ഞാൽ അയാൾ എവിടെയാണോ ഉള്ളത്, ഒരു മാസം യാത്ര ചെയ്യേണ്ട ദൂരമുണ്ടെങ്കിലും ആ സ്ഥലത്തേക്ക് അവർ യാത്ര നടത്തുന്നതാണ്. അവിടെ ചെന്നിട്ട് ആ മനുഷ്യനെ കണ്ടെത്തിയിട്ട് അയാളോട് ചോദിക്കും, ഇന്ന ഹദീസ് നിബിധങ്ങളിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
അവർ പറയുമാ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാം പറഞ്ഞിട്ട് തിരിച്ചു വരുമെന്നാണ്. എന്തായാലും ഒരു മാസം യാത്ര ചെയ്തുകൊണ്ട് ആ നാട്ടിലെത്തിയതല്ലേ, ആ നാട്ടിലൊന്ന് കറങ്ങി 2 ദിവസം അവിടെ തങ്ങി തിരിച്ചു വരാം എന്നൊരു പക്ഷെ നമുക്ക് വിചാരിക്കാം. പക്ഷെ പറയുകയാണ് മുൻകഴിഞ്ഞ സലഫ് സാലിഹ്യങ്ങൾ ഒരു ഹദീസിന്റെ കാര്യത്തിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അത് കേട്ടുടനെ തന്നെ അവർ തിരിച്ചു വരുമെന്നാണ്. അത്രത്തോളം ശ്രദ്ധ ഹദീസിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനകളുടെ വിഷയത്തിൽ അവർ പുലർത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തുകളുടെ വിഷയത്തിൽ അത്രത്തോളം ഗൗരവകരമായിട്ടുള്ളൊരു ചിന്ത നമ്മൾ നടത്തുന്നുണ്ടോ എന്ന് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ അടിസ്ഥാനമില്ലാത്ത കർമ്മങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ നാശത്തിന് കാരണമാകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തുകളിൽ നിന്നും മാറി നിൽക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ അടിയുറച്ചു നിൽക്കുവാനുമുള്ള സൗഭാഗ്യം നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി തങ്ങളോട് വിശ്വാസി എന്ന രീതിയിൽ നമുക്കുള്ള മറ്റൊരു മഹത്തായിട്ടുള്ള ബാധ്യതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് പറയുക, സലാം പറയുക എന്നുള്ളത് വളരെ മഹത്തരമായിട്ടുള്ള പുണ്യമായിട്ടുള്ള ഒരു കർമ്മമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് 89 സ്ഥലങ്ങളിൽ പല കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ എന്ന് അല്ലാഹു വിളിച്ചുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന റബ്ബ് സുബ്ഹാനഹു വ തആല പലയിടങ്ങളിലായി പറയുന്നതായി പരിശുദ്ധ ഖുർആൻ നിവർത്തി നോക്കി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ അല്ലാഹു ഇന്ന കാര്യം ചെയ്യുന്നുണ്ട്, അല്ലാഹുവിന്റെ മഹത്താരമായിട്ടുള്ള സൃഷ്ടികൾ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും അത് ചെയ്യുക എന്ന് ഒരൊറ്റ കർമ്മത്തെ കുറിച്ചാണ് അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതായത് പടച്ചോൻ ചെയ്യുന്നുണ്ട്, പടച്ചോന്റെ മലക്കുകളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരേയൊരു കർമ്മം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് പറയുന്ന കർമ്മമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. നമ്മൾ പലപ്പോഴും ഖുതുബകളിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരായത്താണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. നബി തങ്ങളുടെ മേൽ അല്ലാഹുവും മലക്കുകളും സലാത്ത് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതുകൊണ്ട് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് പറയുക, സലാം പറയുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി തങ്ങളുടെ മേൽ നിങ്ങൾ സലാത്ത് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സലാത്ത് എന്താണ്? പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. നബി തങ്ങൾക്ക് അല്ലാഹു സലാത്ത് പറയുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ വാഴ്ത്തും, നബി തങ്ങളെ പുകഴ്ത്തും. മലക്കുകളുടെ സലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ആ പുകഴ്ത്തലും വാഴ്ത്തലുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിത്യമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ അവസാനം വരെ നീ അത് തുടർത്തിക്കൊണ്ട് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് മലക്കുകൾ നടത്തുന്നത്. നമ്മളോടുള്ള പ്രാർത്ഥനയും അത് തന്നെയാണ്. അല്ലാഹുവേ നിന്റെ കാരുണ്യവും നിന്റെ മഹത്വപ്പെടുത്തലും ഞങ്ങളുടെ നബിക്ക് നീ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വലാത്തും സലാമും എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഭാഗ്യം ചെയ്തവരാണ്, പുണ്യം ചെയ്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കഴിയാൻ, നബി തങ്ങളുടെ കീഴിൽ ജീവിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങായിക്കൊണ്ട് തണലായിക്കൊണ്ട് വർത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. തങ്ങൾക്കൊരാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പന നബി തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയെ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സഹാബാക്കൾക്ക് സാധിച്ചു. നബി തങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് ഒരു ഉമ്മത്ത് എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അനുയായി എന്നുള്ള രീതിയിൽ നബി തങ്ങൾക്ക് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമായിട്ടുള്ള ഒരു കാര്യം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. തങ്ങളുടെ ഗുണത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ, അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് സലാത്ത് പറയുവാൻ, സലാം പറയുവാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ലാ തജഅലൂ ബുയൂതകും ഖുബൂറ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാന സമാനമാക്കരുത്, നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഖബറുകളാക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം? അവിടെ പ്രത്യേകിച്ച് ശബ്ദങ്ങളൊന്നും ഉണ്ടാവൂല, അവിടെ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും നടക്കൂല. അതേപോലെ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ആക്കരുത്. നിങ്ങളുടെ വീടുകളിൽ സ്വലാത്തുകൾ ഉണ്ടാകണം, ദിക്റുകൾ ഉണ്ടാകണം, പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ ഉണ്ടാകണം, മറ്റിതര സൽക്കർമ്മങ്ങൾക്ക് നിങ്ങളുടെ വീടുകൾ സാക്ഷിയാകണം. ശോകമൂകമായിട്ടുള്ളൊരു അവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടാകരുത്. നിങ്ങളുടെ വീടുകളിൽ നിന്നും പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്തുകൾ ഉയർന്നു കേൾക്കണം, ദിക്റുകൾ ഉയർന്നു കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തുകൾ കൊണ്ട്, സലാമുകൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾ സജീവമാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. വീടുകളെ നിങ്ങൾ നിർജീവാവസ്ഥയിൽ ഒരു ഖബർ പോലെ നിങ്ങൾ ആക്കരുത് എന്ന് തങ്ങൾ പറയുന്നു. ശേഷം നബി തങ്ങൾ പറഞ്ഞു, വലാ തജഅലു ഖബരി ഈദ, നിങ്ങൾ എന്റെ ഖബറിനെ നിങ്ങൾ പെരുന്നാളാക്കി മാറ്റരുത്. മുൻകഴിഞ്ഞ സമുദായങ്ങളിലൊക്കെയും അങ്ങനെയുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവരിലെ നേതാക്കന്മാര്, അവരിലെ മഹോന്നതരായിട്ടുള്ള ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഖബറിടങ്ങൾ ഒരാഘോഷ സ്ഥലമാക്കി മാറ്റുക. അങ്ങനെ ഒരു സ്ഥലമാക്കിയിട്ട് നിങ്ങൾ എന്റെ ഖബറുകൾ മാറ്റരുത്. ഇപ്പൊ തങ്ങളുടെ ഖബറുകൾ അങ്ങനെ മാറ്റാൻ പാടില്ല എങ്കിൽ മറ്റൊരു മനുഷ്യന്റെയും ഖബർ നമ്മൾ അങ്ങനെ മാറ്റാൻ വേണ്ടി പാടില്ലല്ലോ. വലാ തജഅലു ഖബരി ഈദ, എന്റെ ഖബറിടം നിങ്ങൾ ഒരു പെരുന്നാൾ സമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ മാറ്റരുത്. അവിടെ അങ്ങനെയുള്ള ആഘോഷങ്ങളോ മറ്റിതര ആഹ്ലാദ പ്രകടനങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ നടത്തരുത്. മറിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? വസല്ലു അലയ്യ, നിങ്ങൾ എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലണം. വസല്ലു അലയ്യ, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സലാത്ത് ചെയ്യണം. ഫഇന്ന സലാതകും തബ്ലുഗ്നി ഹൈതു കുൻതും, നിങ്ങൾ എവിടെ ഇരുന്നിട്ട് സലാം പറഞ്ഞാലും നിങ്ങളുടെ സലാം അതെനിക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമ്മൾ പറയുന്ന ഒരു സലാത്താകട്ടെ, ആ സലാത്ത് നമ്മളാണ് പറഞ്ഞത് എന്ന് നബി തങ്ങളുടെ അടുക്കൽ എത്തുന്നതാണ്. ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർദ്, നബി തങ്ങളുടെ മറ്റൊരു ഹദീസാണ്. അല്ലാഹുവിന്റെ ചില മലക്കുകളുണ്ട്, അവർ ഭൂമിയിൽ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഭൂമിയിലെ എല്ലായിടങ്ങളിലും അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. യുബല്ലിഗുനി മിൻ ഉമ്മതി അസ്സലാം, അവരുടെ പണി എന്താണെന്ന് അറിയുമോ? അതിനുവേണ്ടി മാത്രം അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള മലക്കുകളാണ്. ഒരാൾ ഒരു സലാത്ത് നബി തങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് എന്നുള്ള ഒരു സലാത്ത്, അതല്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സലാത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സലാത്ത് ഒരു മലക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുന്നതാണ്. നബിയെ, ഇന്ന മനുഷ്യൻ ഇന്നയിടത്തിരുന്നു കൊണ്ട് അങ്ങേക്ക് വേണ്ടി കാരുണ്യത്തിന്, അങ്ങയുടെ ഗുണത്തിന് വേണ്ടിയിട്ട്, അങ്ങേക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്നയാളുടെ ഇന്ന മകൻ ഇന്ന സ്ഥലത്ത് വെച്ച് അങ്ങേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയാളുടെ സലാം എനിക്ക് ലഭിക്കുന്നതാണ്. ലഭിക്കുന്നു മാത്രമല്ല, തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മനുഷ്യന് തിരിച്ചു പ്രാർത്ഥന നൽകാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ റൂഹ് തിരിച്ചു നൽകുമെന്നും ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അർദ അലൈഹി സലാം. ഒരാൾ എനിക്ക് വേണ്ടി സലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതാണ് സലാത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സലാത്ത് ഒരാൾ നടത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സലാത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ട്, അതായത് ആ മനുഷ്യന് തിരിച്ചു പ്രാർത്ഥനകൾ നൽകാൻ വേണ്ടിയിട്ട് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് നൽകുമെന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നബിതങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നടത്തുക, തങ്ങളുടെ സലാത്ത് ലഭിക്കുന്നതിനേക്കാളും മഹത്തരമായിട്ടുള്ള ഭാഗ്യമുള്ള മറ്റെന്ത് കർമ്മമാണുള്ളത്? നബിതങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ, ഇന്ന മനുഷ്യൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഇന്നയാള്, നിന്റെ ഇന്ന അടിമ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു, അവനും നീ ഗുണവും സന്തോഷവും മഹത്വവും നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനേക്കാളും മഹത്തരമായിട്ടുള്ള മറ്റെന്ത് കർമ്മമാണുള്ളത്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ കുറച്ച് സഹാബാക്കളോടൊപ്പം തങ്ങളുടെ മറ്റൊരു സഹാബിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. നബി തങ്ങൾ അവിടെ ചെന്നിട്ട് അനുവാദം ചോദിച്ചു. നബി തങ്ങളുടെ വീട്ടിലേക്ക് കടക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 3 തവണ നിങ്ങൾ അനുവാദം ചോദിക്കണമെന്നാണ്. അനുവാദം ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ തിരിച്ചു വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ തവണ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീട്ടിന്റെ അകത്തു നിന്നും മറുപടിയൊന്നും വന്നില്ല. രണ്ടാമത് നബി തങ്ങൾ സലാം പറഞ്ഞു, മറുപടിയൊന്നും പറഞ്ഞില്ല. മൂന്നാമത് നബി തങ്ങൾ സലാം പറഞ്ഞു, മറുപടിയൊന്നും പറഞ്ഞില്ല. വീട്ടിലകത്ത് ആളില്ല എന്ന് കരുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു നടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അകത്തു നിന്നും സഹാബി
സഹാബി പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിധങ്ങൾ ചോദിച്ചെന്തേ ഞാൻ 3 തവണ പറഞ്ഞിട്ടുള്ള സലാം നീ കേട്ടില്ലേ? ആ സഹാബി പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ സലാത്ത്, അങ്ങയുടെ സലാം ഞാൻ കേട്ടിരുന്നു, പക്ഷെ ആ പ്രാർത്ഥന ഇനിയും ലഭിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ അകത്ത് നിന്നും പതുക്കെ മറുപടി പറഞ്ഞതാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിബിതങ്ങളുടെ പ്രാർത്ഥനയാണല്ലോ. അല്ലാഹുവേ, എല്ലാ തരത്തിലുള്ള സഹവും സമാധാനവും സുരക്ഷയും ഈ മനുഷ്യന് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണല്ലോ. എനിക്കറിയാം അങ്ങ് 3 തവണ വരെ സലാം പറയുമെന്ന് എനിക്കറിയാം. അതാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന മര്യാദ. ആ 3 തവണയെങ്കിലും ഈ പാവപ്പെട്ടവര് അങ്ങയുടെ സലാം ലഭിക്കട്ടെ, അങ്ങയുടെ പ്രാർത്ഥന ലഭിക്കട്ടെ എന്നുള്ള അത്യാഗ്രഹത്തിന്റെ പേരിലാണ് നബിയെ ഞാൻ സലാം ഉച്ചത്തിൽ മടക്കാതിരുന്നത്. ആദ്യത്തെ തവണ തന്നെ സലാം പറഞ്ഞ് മടക്കി കഴിഞ്ഞാൽ പിന്നെ 2ഉം 3ഉം തവണയുള്ള സലാം എനിക്ക് ലഭിക്കൂലല്ലോ നബിയെ, അങ്ങയുടെ പ്രാർത്ഥന 3 തവണ എനിക്ക് ലഭിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ മറുപടി പറയാതിരുന്നത് എന്ന് ആ മനുഷ്യൻ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടി കൊതിച്ചിരുന്ന മനസ്സുകളായിരുന്നു സഹാബാക്കളുടേത്. ആ പ്രാർത്ഥന ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും വലിയ മറ്റെന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാറുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ എനിക്ക് വേണ്ടി സലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നതാണ് എന്നാണ്. സലാത്തിന്റെ ഒരുപാട് ഗുണങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മൻ സല്ലല്ലാ അലൈഹി വാഹിദതൻ സല്ലല്ലാഹു അലൈഹി അശറ. ആരെങ്കിലും എനിക്കൊരു സലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് അല്ലാഹു 10 സലാത്തുകൾ തിരിച്ചു പറയുന്നതാണ്. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 നന്മകൾ ആ ഒരു സലാത്തിന്റെ പേരിൽ ആ മനുഷ്യനെ അധികരിപ്പിച്ച് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും, മൻ സല്ലല്ലാ അലൈഹി മിൻ ഉമ്മത്തി സ്വലാത്തൻ മുഖ്ലിസൻ മിൻ ഖൽബിഹി. ആരെങ്കിലും ഇഖ്ലാസോടുകൂടി, മറ്റൊരു താല്പര്യവും ആ മനുഷ്യന്റെ മുന്നിലില്ല, മറ്റൊരു ആഗ്രഹവും ആ മനുഷ്യന്റെ മുന്നിലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ പേരിൽ, പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുടെ പേരിൽ, തങ്ങള് സലാത്ത് പറയണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഒരു മനുഷ്യൻ ഇരുന്നു കൊണ്ട് തങ്ങളുടെ മേലെ സലാത്ത് പറയുകയാണെങ്കിൽ, ഒരു സലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായിട്ട് സല്ലല്ലാഹു ബിഹാ അശറ സലവാത്ത് 10 സലാത്തുകൾ അവന് തിരിച്ച് അല്ലാഹു പറയുമെന്നാണ്. അതായത് 10 അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നാണ്. വറഫഅ അല്ലാഹു ബിഹാ അശറ ദറജാത്ത് 10 ദറജകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ആ മനുഷ്യന് ഉയർത്തി നൽകുമെന്നാണ്. വകതബ ലഹു ബിഹാ അശറ ഹസനാത്ത് 10 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ സലാത്തിന്റെ പേരിൽ ആ മനുഷ്യന് നൽകുമെന്നാണ്. വമഹാ അൻഹു അശറ സയ്യിആത്ത് 10 തിന്മകൾ ആ സലാത്ത് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുമെന്നാണ്. അനുഗ്രഹം നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അവന് ലഭിക്കും, 10 റഹ്മത്തുകൾ ലഭിക്കും, 10 ദറജകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി നൽകും, 10 നന്മകൾ അവന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് നൽകും, 10 തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഉണർത്തുകയാണ്. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ്. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടവരാണ്. നമ്മുടെ നന്മകളും തിന്മകളും തൂക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതം അത് സത്യമാണ്, നിങ്ങളുടെ മരണം സത്യമാണ്, ഖിയാമത്ത് സത്യമാണ്, സിറാത്ത് പാലം സത്യമാണ്, മീസാൻ സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണമുണ്ട്. ആ ജനനത്തിലും മരണത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മരണത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു പുനർജീവിതമുണ്ട്. അതിനുശേഷം ഒരു ഹിസാബുണ്ട്. ആ ഹിസാബിന്റെ സമയത്ത് സിറാത്ത് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആ ഹിസാബിന്റെ സമയത്ത് നിങ്ങൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും അനുഭവിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾക്ക് രക്ഷയായിട്ടുണ്ടാവുക നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്, നമ്മുടെ അമലുകളാണ്. ആ അമലുകളാണ് നമുക്ക് നാളെ വെളിച്ചമായിട്ടുണ്ടാവുക. ഒരു സ്വലാത്തിലൂടെ 10 നന്മകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഉണർത്തുകയാണ്. മാത്രമല്ല, നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണല്ലോ തങ്ങളോടൊപ്പം ഒരുമിച്ചിരിക്കണം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരെ നബി തങ്ങളെ കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ്, അഭിലാഷത്തിന്റെ പേരിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്നും ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന അവലന്നാസി ബി യൗമൽ ഖിയാമ
ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്തൻ. എന്നോട് ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് എൻ്റെ പേരിൽ കൂടുതലായിട്ട് സലാത്ത് പറയുന്നവരാണ്. ആരെന്റെ പേരിൽ കൂടുതൽ സലാത്ത് പറയുന്നവോ അവരെന്നോടൊപ്പം കൂടുതലായിട്ട് അടുത്തിരിക്കും. സലാത്ത് പറയുന്നതിനനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം നമുക്ക് അടുത്തായി ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തിന് പകരമായിട്ട് നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള അനുഗ്രഹമാണ്. മറ്റൊരു അനുഗ്രഹം, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, നമ്മൾ അല്ലാഹുവിനോട് നടത്തുന്ന തേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി നൽകണമെങ്കിൽ സ്വലാത്ത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അദ്ദുആഉ കുല്ലുഹു മഹ്ജൂബുൻ ഹത്താ യകൂന അവ്വലുഹു സനാഅൻ അലല്ലാഹി അസ്സ വജല്ല വസലാത്തൻ അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു ആകാശത്തിന്റെ താഴെ ഉയർത്താതെ അങ്ങനെ തടഞ്ഞു വെക്കുന്നതാണ്. അദ്ദുആഉ കുല്ലുഹു മഹ്ജൂബുൻ, എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കും. ഒരു പ്രാർത്ഥനക്കും അല്ലാഹു ഉത്തരം നൽകില്ല. ഏതുവരെ? പ്രാർത്ഥനയുടെ ആരംഭത്തിൽ അയാൾ അല്ലാഹുവിനെ സ്തുതിക്കണം, അല്ലാഹുവിന്റെ സനാ പറയണം, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തണം. അതുപോലെ തന്നെ എൻ്റെ മേൽ സ്വലാത്ത് പറയുകയും വേണം. എൻ്റെ മേൽ സ്വലാത്ത് പറയാതെ അല്ലാഹുവിനെ മഹത്വപ്പെടുത്താതെ ഒരു ദുആ പോലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഒരിക്കലും ഒരു സഹാബി പള്ളിയിലേക്ക് കടന്നു വന്ന് നമസ്കരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രാർത്ഥന കേട്ടപ്പോൾ പറഞ്ഞു, അജ്ജല ഹാദ, ഇവൻ അല്പം ധൃതി കാണിച്ചിരിക്കുന്നു, ഇവന്റെ ദുആ, ഇവന്റെ പ്രാർത്ഥന ശരിയായിട്ടില്ല. ആ മനുഷ്യനെ നബി തങ്ങൾ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ബാക്കി കൂടിയിരിക്കുന്ന സഹാബാക്കളോടൊക്കെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക്, നിങ്ങളുടെ തേട്ടങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകണമെങ്കിൽ ആദ്യം നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കണം. നമ്മൾ ദുആ തുടങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ പറയുന്നത്, അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, നിനക്കാകുന്നു സർവ്വസ്തുതിയും. അല്ലാഹുവിനെ എത്രത്തോളം നമുക്ക് മഹത്വപ്പെടുത്താൻ വേണ്ടി കഴിയുമോ അത്രത്തോളം നമ്മൾ മഹത്വപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഒന്നാമത്തെ നിബന്ധന അതാണ്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് പറയണം. അല്ലാഹുവിനെ മഹത്വപ്പെടുത്താതെ, എൻ്റെ മേൽ സ്വലാത്ത് പറയാതെ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കാതെ ആകാശഭൂമി, ആ ഭൂമിയിൽ തന്നെ അങ്ങനെ നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് പ്രാർത്ഥനയുടെ മര്യാദയായിക്കൊണ്ട്, പ്രാർത്ഥനയുടെ നിബന്ധനയായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആദ്യം നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമതായിട്ട് നമ്മൾ സ്വലാത്ത് പറയണം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. അതിനുശേഷം പിന്നീട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെയും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരാൾക്ക് അയാളുടെ പ്രാർത്ഥനയുടെ ആരംഭത്തിലും പ്രാർത്ഥനയുടെ മധ്യത്തിലും പ്രാർത്ഥനയുടെ അവസാനത്തിലും സലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഇജാബത്തിന് വളരെയധികം സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. അഥവാ നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ നമ്മൾ സലാത്ത് പറയുന്നത് പോലെ തന്നെ പ്രാർത്ഥനയുടെ മധ്യത്തിലും നമ്മൾ സലാത്ത് പറഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷവും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് പറയുകയാണെങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നതാണ്. നമ്മുടെ അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ ഭയാനകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്ന സമയത്താണ് എല്ലാവർക്കും മനസ്സിലാവുക ഇതൊക്കെയും സത്യമായിരുന്നു എന്ന്. ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും ആൾക്കാർ പോകുന്നതാണ്. ഇന്ന പ്രവാചകന്റെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ, ഓരോ പ്രവാചകന്മാരുടെ അടുക്കലും ചെന്നിട്ട് പറയും, ഞങ്ങളുടെ ഹിസാബ് ഒന്ന് പെട്ടെന്ന് പൂർത്തിയാക്കി തരാൻ, ഞങ്ങൾക്ക് ഈ ഭയാനകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്തിട്ട് പടച്ചവന്റെ അടുക്കൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം, അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യണം. ആ പ്രവാചകന്മാരൊക്കെയും കൈമലർത്തുന്നതാണ്. കാരണം അവർ പറയും, ഞങ്ങളുടെ കാര്യം തന്നെ പടച്ചവൻ എന്താക്കുമെന്നുള്ള ആധിയിലും പേടിയിലുമാണ് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലണമെന്നാണ്. നബിതങ്ങളുടെ അടുക്കലേക്ക് അവസാനം ആൾക്കാരൊക്കെ കൂടി വരുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന് വേണ്ടിയിട്ട്, മനുഷ്യലോകത്തിന് വേണ്ടിയിട്ട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ട് നബിതങ്ങൾ സുജൂദിൽ കിടക്കുന്നതാണ്, തങ്ങൾ കരയുന്നതാണ്. തങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, നബിയെ മതി, അങ്ങ് കരഞ്ഞത് മതി, അങ്ങയുടെ തലയുയർത്തിക്കൊണ്ട് അങ്ങേക്ക് എന്താണ് ആവശ്യമുള്ളത് ആ ആവശ്യങ്ങളൊക്കെയും അങ്ങ് ചോദിക്കുക.
അങ്ങേക്ക് ആരുടെ മേലാണ് ശുപാർശ ചെയ്യാനുള്ളത്, അവരുടെ ശുപാർശകളൊക്കെ പറയുക. ആ ശുപാർശക്ക് ഞാൻ അങ്ങേക്ക് ഉത്തരം നൽകാമെന്ന് അല്ലാഹു പറയുമെന്നാണ്. നബി തങ്ങളുടെ ശുപാർശ ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ സല്ലല്ലാ അലയ്യ ഹീന യുസ്ബിഹു 10 വഹീന യുംസി 10 അദ്റകതുഹു ശഫാഅതി യൗമൽ ഖിയാമ. ആരെങ്കിലും രാവിലെ ഒരു 10 പ്രാവശ്യം എനിക്ക് സലാത്ത് പറഞ്ഞാൽ, എല്ലാ ദിവസവും പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10 തവണ എനിക്ക് സലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, വൈകുന്നേരം ഒരു 10 തവണ എനിക്ക് സലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, 10 തവണ സലാത്ത് പറയാൻ എത്ര സമയമാണ് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ? 10 തവണ എനിക്ക് വേണ്ടി നിങ്ങൾ രാവിലെയും വൈകുന്നേരവും നിരന്തരമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുകയാണെങ്കിൽ അദ്റകതുഹു ശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ശുപാർശകനായിട്ട് ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ പലപ്പോഴും ദുനിയാവിലെ കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെയും കാലുകൾ നമ്മൾ പിടിക്കാറുണ്ട്, ആരെയൊക്കെ പോയിട്ട് നമ്മൾ കാണാറുണ്ട്. നിബിധങ്ങൾ പറയാണ്, അതിനേക്കാളും ഭയാനകരമാണ്, അതിനേക്കാളും പ്രയാസം നിറഞ്ഞതാണ് അൽ മുൽക്കു യൗമഇദിൻ ലില്ലാഹ്. അന്ന് നിങ്ങൾക്ക് കയ്യോ കാലോ പിടിക്കാനൊന്നും കഴിയില്ല. അന്ന് പരമാധികാരം പടച്ചവന്റെ കയ്യിലായിരിക്കും. അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അന്ന് അവിടെ തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയില്ല. ആ സമയത്ത് മനുഷ്യൻ നെട്ടോട്ടമോടും. അന്ന് എനിക്ക് പടച്ചവന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനുള്ള അനുവാദം ലഭിക്കും. നിങ്ങൾക്ക് എന്റെ ശുപാർശ ലഭിക്കണമെങ്കിൽ ഹീന യുംസി വഹീന യുസ്ബിഹ്, രാവിലെയും വൈകുന്നേരവും 10 തവണ നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഉണർത്തുകയാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക ശാരീരിക ക്ലേശങ്ങൾ അത് സ്വലാത്തിലൂടെ നീങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, നബിയെ, ഒരു ദിവസം ഞാൻ ദിക്റിന് വേണ്ടിയിട്ട്, ഞാൻ ഇബാദത്തിന് വേണ്ടിയിട്ട് ഇത്ര സമയം മാറ്റി വെക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെയൊരു ചര്യയുണ്ട്. ഉദാഹരണത്തിന് ദിവസത്തിൽ ഞാനൊരു 2 മണിക്കൂർ ദിക്റിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട് നബിയെ. അങ്ങനെയാണെങ്കിൽ സ്വലാത്തിന് വേണ്ടിയിട്ട് ഞാൻ എത്ര സമയം മാറ്റി വെക്കണം? 3-1 ഞാൻ മാറ്റി വെക്കട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അധികരിപ്പിച്ചാൽ ലകാന ഖൈറൻ ലക്, അതിലൂടെ നിനക്ക് നന്മ ലഭിക്കും. മനുഷ്യൻ ചോദിച്ചു, ഞാൻ പകുതി സമയം സ്വലാത്തിന് വേണ്ടി തന്നെ മാറ്റി വെക്കട്ടെ? നബി തങ്ങൾ പറഞ്ഞു, നിന്റെ താല്പര്യം പോലെയാണ്, നിന്റെ ഇഷ്ടം പോലെയാണ്. അതിനേക്കാളും കൂടുതൽ സമയം നീ മാറ്റിവെച്ചാൽ ലകാന ഖൈറൻ ലക്, അത് നിനക്ക് നന്മയാണ്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഞാൻ 3/2 ഭാഗവും അതിനു വേണ്ടി മാറ്റട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാറ്റുന്നതിനനുസരിച്ച് നിനക്ക് അതിന്റെ പുണ്യം കിട്ടും. അവസാനം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇത്രത്തോളം പറഞ്ഞു, ഞാൻ എല്ലാ സമയവും സലാത്ത് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഇദൻ യക്ഫീകല്ലാഹു തബാറക വതആല മാ അഹമ്മക മിൻ ദുനിയാക വആഖിറതിക. അങ്ങനെയാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നീ നേരിടേണ്ടി വരുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ആ സ്വലാത്ത് മതിയാവുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ദുനിയാവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് ശാരീരികമുണ്ടാകാം, സാമ്പത്തികമുണ്ടാകാം, മാനസികമുണ്ടാകാം, കുടുംബപരമായിട്ടുള്ളതാകാം, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് നീങ്ങണമെങ്കിൽ നിങ്ങൾക്ക് സ്വലാത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ആഖിറത്തിലും നിങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനും നിങ്ങൾക്ക് പരിഹാരം സ്വലാത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മാത്രമല്ല, ഖബറിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുണ്ടല്ലോ, ഖബറിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന അന്ധകാരങ്ങളുണ്ടല്ലോ, ഖബറിൽ നമ്മൾ ഒറ്റക്കായിരിക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ഇരുട്ടുകളുണ്ടല്ലോ, ആ ഇരുട്ടുകൾക്ക് പകരമായിട്ട്, ആ ഇരുട്ടുകൾ മാറിയിട്ട് വെളിച്ചമുണ്ടാകാൻ വേണ്ടിയിട്ട് നബിതങ്ങളുടെ സ്വലാത്ത്, നബിതങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് മതിയായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരു കറുത്ത അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീയെ ഒരിക്കലും തങ്ങൾ കാണാതായപ്പോൾ, നമുക്കറിയുന്ന ചരിത്രമാണല്ലോ, തങ്ങൾ ചോദിച്ചു, എവിടെ പോയി ആ സ്ത്രീ? സഹാബാക്കൾ പറഞ്ഞു, ഇന്നലെ രാത്രി മരണപ്പെട്ടു. നബി തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? ആ സ്ത്രീയുടെ മരണം എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? സഹാബാക്കൾ പറഞ്ഞു, രാത്രിയല്ലേ, അങ്ങ് എന്തിനു ബുദ്ധിമുട്ടിക്കണം, ഉറക്കത്തിൽ നിന്നും എന്തിനങ്ങ് ഉണർത്തണം എന്ന് വിചാരിച്ച് നിങ്ങൾ പറയാതിരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയുടെ ഖബർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സഹാബാക്കളോട് പറഞ്ഞു. ആ ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നമസ്കരിച്ചു. ശേഷം നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ഖുൽമ, അന്ധകാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെയുള്ള ഖബറിടങ്ങളിലൊക്കെയും. ഫഇന്ന അല്ലാഹ അസ്സ വജല്ല യുനവ്വിറുഹാ ലഹും ബിസ്വലാത്തി അലൈഹിം, എന്റെ സ്വലാത്ത് കാരണമായിട്ട്
എന്റെ പ്രാർത്ഥന കാരണമായിട്ട് ഈ ഖബർസ്ഥാനിലുള്ള മുഴുവൻ മനുഷ്യരുടെയും അന്ധകാരങ്ങൾ നീങ്ങുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഖബറിൽ അവര് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രാർത്ഥന കാരണമായിട്ട് ആ പ്രയാസങ്ങളൊക്കെയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി നൽകുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നിബിധങ്ങൾക്ക് നമ്മളൊരു സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ നമുക്ക് വേണ്ടി സ്വലാത്തിന് വേണ്ടി നമ്മുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഖബറിലും നമുക്ക് ഉപകാരപ്പെടുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഹദീസിൽ വന്നിട്ടുള്ള സ്വലാത്തുകളുണ്ട്, സ്വലാത്തുകൾ ഒരുപാട് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ തന്നെ അത് ഏറ്റവും പുണ്യമായത് നമ്മുടെ തശഹ്ഹുദിലൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന ഇബ്രാഹിമി സ്വലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ് എന്ന് പറയുന്ന നമ്മൾ തശഹ്ഹുദിലൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുണ്ട്. അതല്ലാതെയുമുള്ള സ്വലാത്തിന്റെ രൂപങ്ങൾ ഹദീസിൽ നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ ആ ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ, സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. അതല്ലാതെ ആൾക്കാർ കെട്ടിയുണ്ടാക്കുന്ന നീണ്ട ഒരുപാട് ദുആകളും ഹദീസ് ദുആകളും സ്വലാത്തുകളും നമ്മൾ പഠിക്കുന്നതിന് പകരം അതിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം ഹദീസിൽ വന്നിട്ടുള്ള, വാരിദായി വന്നിട്ടുള്ള, സ്വഹീഹായ സനദിൽ കൂടി വന്നിട്ടുള്ള സ്വലാത്തുകൾക്ക് നമ്മൾ നൽകണം. നിർമ്മിതമായിട്ടുള്ള സ്വലാത്തിന്റെ പിറകെ പോകാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ തയ്യാറാവരുത്. തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, എന്റെ മേൽ എങ്ങനെ സ്വലാത്ത് പറയുമെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സ്വലാത്തുകൾ നമ്മൾ പ്രാവർത്തികമാക്കി, അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം തയ്യാറാക്കി ആ പ്രാർത്ഥനകൾ നമ്മുടെ വീടുകളിൽ നമ്മൾ നടത്തി. അതല്ലാതെ നിർമ്മിതമായിട്ടുള്ള പുതുതായി ഉണ്ടാക്കുന്ന സ്വലാത്തിന്റെ പേരിലും ദുആകളുടെ പിറകിലും നമ്മൾ പോകാതെ വാരിദായി വന്നിട്ടുള്ള ദുആകൾ നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വലാത്തുകളിൽ കൂടി നിബിധങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള, പടച്ചവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള മുഴുവൻ നന്മകളും ഖൈറുകളും ദുനിയാവിലും ആഖിറത്തിലും കരസ്ഥമാക്കാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.